ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തെ ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. സത്യത്തിലൊരു 2 വർഷം മുന്നേ ഇതൊരു ഹിഡൻ സ്പോട്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് ഡെയിലി ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ ഏതാണ്ട് 200 മീറ്ററോളം താഴോട്ട് നടന്ന് വേണം പോകാൻ. ഈ വഴിയെ ബൈക്കോ മറ്റു വാഹനങ്ങളോ പോകുന്നതല്ല, അതുകൊണ്ട് നടന്ന് തന്നെ പോകണം. അങ്ങോട്ട് പിന്നെ നടന്നു പോകാം, നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ തിരിച്ചു കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഏതാണ്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ദിവസവും ആൾക്കാർ വരും. ഇന്നും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ റിവീൽ ചെയ്യുന്നില്ല, നിങ്ങൾ നേരിട്ട് വരുമ്പം കണ്ടാൽ മതി. നിന്റെ നിനക്കൊരു മാറ്റമല്ലല്ലോ ഇടയ്ക്ക്. അതെ, പിന്നെ ഇവിടെ വരേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് വിഴിഞ്ഞം പൂവാറ് റൂട്ടിലെ പുളുങ്കുടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ് ആ ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് കുറച്ച് ദൂരം താഴോട്ട് വരുമ്പോഴേക്കും അവിടെ കുറച്ച് റിസോർട്ടുകൾ കാണും. അവിടെ നിന്ന് ഇടത്തോട്ടാണ് ആ ചെറിയ വഴി ഉറങ്ങ് താഴോട്ട് പോകുന്നത്. ഈ ബീച്ച് അറിയപ്പെടുന്നത് ക്ലിവിൻറ്റൺസ് ബീച്ച് എന്നാണ്. ഗൂഗിളിൽ ക്ലിവിൻറ്റൺസ് ബീച്ച് എന്ന് സെർച്ച് ചെയ്താലും കറക്റ്റായിട്ട് ഈ ലൊക്കേഷൻ കാണിക്കും. അത് 5 കൊല്ലം മുന്നേ. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ റിസോർട്ടുകളാണ്. കുറെ അധികം റിസോർട്ടുകൾ ഇവിടെ ഉണ്ട്. ഗായ്സ്, ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടും വൈബടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സർപ്രൈസ് ഉണ്ട്, അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണേണ്ടതാണ്. അതായത് വിഴിഞ്ഞം പോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നിട്ടുള്ള വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു വ്യൂ അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് കിടിലൻ വ്യൂ ആണത്. പ്രത്യേകിച്ച് നൈറ്റ് വ്യൂ, അതായത് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള വ്യൂ കാണാൻ ഭയങ്കര മനോഹരമാണ്. ഈ വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താത്തതും ഇപ്പം കാണാത്തവരായിട്ടുള്ളവർക്ക് നേരിട്ട് വന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്തായാലും വീഡിയോക്കുള്ളിലൂടെ കിട്ടില്ല. അപ്പം അങ്ങനെ കാണട്ടെന്നുള്ള ഇതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അതുപോലെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വൂൾഫ് മൂണായിരുന്നു. ഇപ്പം ചന്ദ്രൻ നല്ല അടിപൊളിയായിട്ട് കാണാം. പിന്നെ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ വിഴിഞ്ഞത്ത് തന്നെ ഇഫ്താർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഈ ഹോട്ടലിലെ മെയിൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാന്താരി ചിക്കനാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കാന്താരി ചിക്കനും കോയിൻ പൊറോട്ടയും പിന്നെ ലിവർ ഫ്രൈ ഇതാണെന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി.